നമ്മൾ ബേബിക്ക് മിൽക്ക് കൊടുക്കുന്ന സമയത്തും നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് എന്നൊന്ന് കൺസിഡർ ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നതിന് പകരം ബേബിയുടെ നെക്ക് കുറച്ചൊന്ന് ബാക്കോട്ട് പുൾ ചെയ്തിട്ടുണ്ടാവണം, ഒരല്പം ഒന്ന് ബാക്കോട്ട് ആയിട്ടുണ്ടാവണം. അധിക പേര് പാൽ കൊടുക്കുമ്പം ഒന്നും കൂടെ നെക്ക് മുന്നോട്ട് പുഷ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിയാൽ ഈ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഒന്ന് തല കുനിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വെള്ളം കുടിക്കുന്നത് പ്രോപ്പർ ആവൂല. എനിക്കിത് പ്രോപ്പറായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നേരെ ആണെങ്കിൽ ഓക്കെ, ഒന്നൊരു ഇത്തിരി അപ്പായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കുടിക്കാൻ കഴിയും. അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തല ഇങ്ങനെ ആവുമ്പം അത് ശരിക്ക് പ്രോപ്പറായിട്ട് നമുക്കിങ്ങനെ ബേബി സക്ക് ചെയ്യുന്നുണ്ട്, പാല് പ്രോപ്പറായിട്ട് കുടിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുമെങ്കിലും കുഞ്ഞിനൊരു പക്ഷേ പാല് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ബേബിൻ്റെ ഫുൾ കംപ്ലീറ്റ് ബോഡി സ്ട്രെയിറ്റ് ഇങ്ങനെ നേരെ ആയിരിക്കണം. ഇങ്ങനെ തല മാത്രം ചെരിച്ചിട്ട് ഇതൊക്കെ ഞാൻ പറയുന്നത് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കേസാട്ടോ. ഇപ്പം നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് തല മാത്രം, ഇപ്പം ഇതാ ഞാൻ ഈ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ തല ഇങ്ങനെ ചേരിച്ചിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതേ കേസ് തന്നെയാണ് കുഞ്ഞുങ്ങളിലും വരുന്നത്. അവരുടെ ബോഡി ഇങ്ങനെ തല ഇങ്ങനെ ചെരിച്ച് വെച്ച് ഇങ്ങനെ പാൽ കൊടുക്കുന്ന സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്തും കുഞ്ഞ് സക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം, പക്ഷെ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് മിൽക്ക് എത്തുന്നുണ്ടാവില്ല. സോ ഈ ഒരു 2 കാര്യം നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന് പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുകയും ചെയ്യും, നല്ല ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യും.